ലണ്ടൻ നഗരത്തിലെ ലിറ്റിൽ സാഫ്രോൺ എന്ന ഏറ്റവും വൃത്തികെട്ട ചേരിപ്രദേശത്തെ ഗുഹ പോലുള്ള ഒരു ചാരായക്കടയിലിരുന്ന് ചാരായം ഒത്തിക്കുടിച്ചുകൊണ്ട് മിസ്റ്റർ ബിൽ സൈക്സ് ഇരിക്കുകയാണ്. അയാൾ പാതി മയക്കത്തിലാണ്. വെൽവെറ്റ് നിറത്തിലുള്ള ഒരു കോട്ടും കറുത്തതും വൃത്തികെട്ടതുമായ സോക്സും മുട്ടറ്റം വരുന്ന ഒരു ട്രൗസറുമാണ് അയാളുടെ വേഷം. ചാരായക്കടയിൽ ആകെയുള്ളത് മുനിഞ്ഞു കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക് മാത്രമാണ്. അതിൻ്റെ അരണ്ട വെളിച്ചം സൈക്സിൻ്റെ മുഖത്തേക്ക് വീണുകിടന്നു. അയാളുടെ കാൽ കീഴിൽ തന്നെ വെളുപ്പ് നിറത്തിലുള്ള അയാളുടെ പട്ടിയും കിടന്നിരുന്നു. ആ ജന്തുവിൻ്റെ മുഖത്തു നിന്നും തൊട്ടടുത്ത സമയത്ത് കിട്ടിയ മുറിവിൽ നിന്നും രക്തം പൊടിക്കുന്നുണ്ട്. വേദന കൊണ്ടോ മറ്റോ ആയിരിക്കാം പട്ടി ഇടയ്ക്കിടെ മുരളുകയും തൻ്റെ യജമാനൻ്റെ കാലിൽ മാന്തുകയും ചീറ്റുകയും ചെയ്തുകൊണ്ട് അയാളെ അസ്വസ്ഥനാക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. കുപിതനായ സൈക്സ് തെറി പറഞ്ഞുകൊണ്ട് ആ ജീവിയെ കാലുമടക്കി അടിച്ചു. പട്ടിയാകട്ടെ മുറിയുടെ ഒരു മൂലയിൽ ചെന്ന് വീണു. അവിടെ കിടന്നുകൊണ്ടും ആ ജീവി തൻ്റെ യജമാനനെ നോക്കി എന്തെല്ലാമോ വിക്രിയകൾ കാണിച്ചുകൊണ്ടിരുന്നു. പട്ടിയുടെ പ്രകൃതം സൈക്സിനെ കൂടുതൽ കുപിതനാക്കി. അയാൾ പട്ടിയെ തെറി പറഞ്ഞും ശാസിച്ചും ഒച്ചവെച്ചു. സാധാരണയായി പട്ടികൾ തൻ്റെ യജമാനന്മാർ ഉപദ്രവിച്ചാലും തിരിച്ചു പ്രതികരിക്കുക പതിവില്ലല്ലോ. എന്നാൽ ഇവിടെ സൈക്സിൻ്റെ പട്ടിയാകട്ടെ യജമാനനോടുള്ള പക മുഴുവനും പ്രകടിപ്പിക്കുകയും തൻ്റെ ദേഷ്യം അയാളുടെ ഷൂസിൽ കടിച്ചു തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കുപിതനായ സൈക്സ് തൻ്റെ കയ്യിലിരുന്ന മടക്കുപിച്ചാത്തിയുമായി പട്ടിയെ നേരിടാൻ ശ്രമിച്ചു. പട്ടിയാകട്ടെ കൂടുതൽ പകയോടെ മോങ്ങുകയും തൻ്റെ യജമാനൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പരിശ്രമിക്കുകയും ചെയ്തു. സൈക്സ് തൻ്റെ കത്തി പട്ടിയുടെ മേൽ ഓങ്ങുമ്പോൾ ആ ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിച്ചു. സൈക്സ് ആകട്ടെ കൂടുതൽ വീര്യത്തോടെ ചുറ്റിനും മാഞ്ഞു വീശിക്കൊണ്ട് പട്ടിയെ നേരിടാനായി മുറി മുഴുവനും ഓടിക്കളിച്ചു. ഈ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഹമാസകലം മൂടിപ്പുതച്ചുകൊണ്ട് കിഴവൻ ഫാഗിൻ അങ്ങോട്ട് കടന്നു വന്നത്. ജൂതൻ്റെ അപ്രതീക്ഷിതമായ വരവ് സൈക്സിനെ വീണ്ടും കുപിതനാക്കി. താനും പട്ടിയും തമ്മിലുള്ള സംഘർഷത്തിനിടയിലെത്തിയ നികൃഷ്ടജീവിയാണ് ജൂതനെന്നും കിഴവൻ വെളുത്ത ചെകുത്താനാണെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് സൈക്സ് ജൂതന് നേരെ തിരിഞ്ഞു. എന്നാൽ ജൂതനാകട്ടെ ക്ഷമാപണം നടത്തിക്കൊണ്ട് സൈക്സിൻ്റെ ദേഷ്യം കുറച്ചു കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. സൈക്സും പട്ടിയും തമ്മിലുള്ള യുദ്ധം താൻ അറിഞ്ഞിരുന്നില്ലെന്നും യാദൃച്ഛികമായിട്ടാണ് താൻ കടന്നു വന്നതെന്നും പറഞ്ഞുകൊണ്ട് വൃദ്ധൻ സൈക്സിനെ ശാന്തനാക്കാൻ പരിശ്രമിച്ചു. വൃദ്ധൻ്റെ പരിശ്രമം വിജയം കണ്ടു അല്പസമയത്തിനുള്ളിൽ തന്നെ സൈക്സ് ശാന്തനാകാൻ തുടങ്ങി. അവർ തമ്മിൽ ഉടലെടുത്ത വാഗ്വാദവും ക്രമേണ അവസാനിച്ചു. ജൂതൻ തൻ്റെ ഇരു കൈപ്പത്തികളും കൂട്ടിത്തിരുമ്മി കൈവെള്ളകളെ ചൂടുപിടിപ്പിച്ചുകൊണ്ട് മേശയ്ക്കരികിൽ കിടന്നിരുന്ന കസേരകളിലൊന്നിൽ ഇരിപ്പുറപ്പിച്ചു. എന്നിട്ട് തൻ്റെ സുഹൃത്തിനെ നോക്കി പല്ലിളിച്ചു. സൈക്സ് ആകട്ടെ തൻ്റെ പിച്ചാത്തി വലിയ ശബ്ദത്തോടെ മടക്കി കീശയിലേക്ക് തള്ളിവെച്ചു. കിഴവൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്ന സൈക്സ് അപ്പോഴും അയാളെ ഇടയ്ക്കിടെ തെറി പറയുന്നുണ്ടായിരുന്നു. വിഷം പുരട്ടിയതാണ് അയാളുടെ സൗമ്യമായ പ്രകടനത്തിനുള്ളിലുള്ളതെന്ന് സൈക്സിന് ബോധ്യമുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണിപ്പോൾ ഇങ്ങോട്ട് കടന്നു വന്നത്? സൈക്സ് ഉച്ചത്തിലും നീരസം പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടും വൃദ്ധനോട് ചോദിച്ചു. ഞാൻ വന്നത് നിനക്കു കൂടി പ്രയോജനമുള്ള ഒരു കാര്യത്തിനാണെന്ന് കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ പുതപ്പിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു തുവാല പുറത്തെടുത്ത് അതിൻ്റെ കെട്ടഴിക്കാൻ തുടങ്ങി. എന്നിട്ട് വൃദ്ധൻ ശാന്ത സ്വഭാവത്തോടെ തന്നെ സൈക്സിനോട് പറഞ്ഞു, ഇത് നിന്റെ വിഹിതമാണ്. ഇത് നിനക്ക് തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അയാൾ തൂവാലയ്ക്കുള്ളിൽ നിന്നും ഒരു കടലാസുപതി പുറത്തെടുത്ത് അതിൻ്റെ ചുരുൾ നിവർത്താൻ തുടങ്ങി. അക്ഷമനായ സൈക്സ് എവിടെ, വേഗം കാണിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കിഴവനെ അലോസരപ്പെടുത്തി. മിസ്റ്റർ സൈക്സ്, എൻ്റെ പ്രിയപ്പെട്ടവനെ, നീയൊന്നടങ്ങ്, ഒന്ന് സമാധാനത്തോടെ ഇരിക്കൂ എന്ന് പ്രതികരിച്ചുകൊണ്ട് വൃദ്ധൻ തൻ്റെ പ്രവൃത്തി തുടർന്നു. എന്നാൽ ക്ഷമിച്ചിരിക്കാൻ സൈക്സിനാകുമായിരുന്നില്ല. അയാൾ വൃദ്ധൻ്റെ കയ്യിൽ നിന്നും ആ കടലാസുപതി തട്ടിയെടുത്ത് തിടുക്കത്തിൽ തുറന്നു നോക്കി. ഇത്രയുള്ളോ? പേപ്പറിനുള്ളിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയങ്ങൾ എണ്ണി നോക്കുന്നതിനിടയിൽ സൈക്സ് രൂക്ഷമായി കിഴവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, അത്രമാത്രം എന്ന് കിഴവൻ മറുപടിയും പറഞ്ഞു. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വരും വഴി നിങ്ങൾ ഇത് തുറന്നു നോക്കുകയും ഇതിൽ നിന്നും ആവശ്യത്തിന് കവർന്നെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം, അയാൾ വിളിച്ചു പറഞ്ഞു. വൃദ്ധനാകട്ടെ സൈക്സിൻ്റെ വാക്കുകളെ നേരിട്ടത് അയാളുടെ മേൽ രൂക്ഷമായി നോക്കിക്കൊണ്ടാണ്. നിങ്ങൾ തുറിച്ചു നോക്കേണ്ടതില്ല, എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം, സൈക്സ് തിരിച്ചടിച്ചു. ഇവരുടെ വാക്കുതർക്കം തുടരുന്ന സമയത്ത് തന്നെയാണ് ഫാഗിനേക്കാൾ അല്പം കൂടി പ്രായം കുറവുള്ള മറ്റൊരു ജൂതൻ അകത്തേക്ക് കയറി വന്നത്. അയാളുടെ പേര് ബാർണി എന്നാണ്. സൈക്സിനും ഫാഗിനും പുതുതായി കടന്നു വന്ന മനുഷ്യനോട് അത്ര താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ബാർണിയുടെ വരവ് മനസ്സിലാക്കിയ ഫാഗിൻ തൻ്റെ കണ്ണുകൾ കൊണ്ട് സൈക്സിന് ചില മുന്നറിയിപ്പുകൾ നൽകുകയും കാര്യം മനസ്സിലാക്കിയ സൈക്സ് ഷൂസിൻ്റെ നാട കെട്ടാനെന്ന ഭാവേന താഴേക്ക് കുനിഞ്ഞ് ഫാഗിൻ നൽകിയ സ്വർണം സമർത്ഥമായി ഒളിപ്പിക്കുകയും ചെയ്തു.
പുതിയ മനുഷ്യൻ്റെ സാന്നിധ്യത്തിൽ അവർക്ക് രണ്ടുപേർക്കും തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ടായിരുന്നതിനാൽ ഫാഗിൻ പെട്ടെന്ന് തന്നെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് മറ്റൊരു മേശപ്പുറത്തിരുന്ന കുപ്പിയിൽ നിന്നും ചാരായം ഗ്ലാസ്സിലേക്ക് പകർന്നിട്ട് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് തിരിച്ചെത്തുന്നതിനിടയിൽ ബാർണിയോട് ചോദിച്ചു, മറ്റാരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ബാർണി പ്രതികരിച്ചു. ഈ ചോദ്യവും ഉത്തരവും അവരുടെ ഇടയിലുള്ള രഹസ്യവാക്കുകളാണ്. ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും പോലീസിനെ കബളിപ്പിക്കുന്നതിനും തസ്കരന്മാർ ഉപയോഗിക്കുന്ന പൊടിക്കൈകളിലൊന്ന്. ബിൽ സൈക്സ് ഈ സമയത്തും തൻ്റെ ഷൂവിലേക്ക് തന്നെ തറപ്പിച്ചു നോക്കി അങ്ങനെ തന്നെ ഇരുന്നു. അവരുടെ സംഭാഷണത്തിൻ്റെ ഭാഗമാകാൻ അയാൾ ആഗ്രഹിച്ചില്ല. ആരുമില്ലേ? വൃദ്ധൻ വീണ്ടും ചോദിച്ചു. ഡോബഡി ബട്ട് ബിസ് ഡാഡ്സി. വൃദ്ധൻ്റെ ചോദ്യത്തിന് ബാർണി മറുപടി പറഞ്ഞു. അക്ഷരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ബാർണി മറുപടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ അയാൾ പറഞ്ഞത് നോബഡി ബട്ട് മിസ് നാൻസി എന്നാണ്. ഇത് വൃദ്ധനും സൈക്സിനും മനസ്സിലാവുകയും ചെയ്തു. നാൻസി അല്ലാതെ മറ്റാരും കൂടെയില്ലെന്ന് സാരം. നാൻസിയോ? എവിടെയാണവൾ? അത്രയും നേരം നിശബ്ദനായിരുന്ന സൈക്സ് തലയുയർത്തി പെട്ടെന്ന് ബാർണിയോട് അന്വേഷിച്ചു. അവളെ ഉടനെ അകത്തേക്ക് കൊണ്ടുവരാൻ സൈക്സ് ആവശ്യപ്പെട്ടു. ബാർണി ഫാഗിൻ്റെ മുഖത്തേക്ക് അനുവാദത്തിനെന്നവണ്ണം സൂക്ഷിച്ചു നോക്കി. ഫാഗിൻ മറുപടിയൊന്നും പറയാതെ തറയിലേക്ക് നോക്കിയിരുന്നു. അത് അനുവാദമാണെന്ന് ബോധ്യമായപ്പോൾ ബാർണി പുറത്തേക്കിറങ്ങി നാൻസിയുമായി തിരിച്ചു വന്നു. അവളുടെ വേഷവിധാനം അപ്പോഴും ഒരു വലിയ വീട്ടിലെ പെൺകുട്ടിയെപ്പോലെ തന്നെയായിരുന്നു. തൂവലുകൾ പതിപ്പിച്ച തൊപ്പിയും മനോഹരമായ ഫ്രോക്കും താക്കോൽ കൂട്ടവും എല്ലാം അപ്പോഴും അവളുടെ കൂടെയുണ്ടായിരുന്നു. അകത്തേക്ക് കടന്നു വന്ന നാൻസി ഫാഗിനെ അവഗണിച്ചുകൊണ്ട് സൈക്സിൻ്റെ അടുത്തേക്കാണ് നീങ്ങിയത്. അവൾ അവനുമായി കൊഞ്ചിക്കുഴയുകയും സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്തു. നാൻസിയുടെ പ്രകൃതം പിടിക്കാതിരുന്ന ഫാഗിൻ അർത്ഥഗർഭമായി തൊണ്ടകാറി ശബ്ദമുണ്ടാക്കി. കാര്യം മനസ്സിലാക്കിയ അവൾ ഒന്നും മിണ്ടാതെ തൻ്റെ തൊപ്പിയും താക്കോൽക്കൂട്ടവും കയ്യിലെടുത്ത് പുറത്തേക്കിറങ്ങി. തൊട്ടു പിന്നാലെ ബിൽ സൈക്സും അയാൾക്കും പിന്നിലായി വിശ്വസ്തനായ നായയും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവരോടുള്ള അമർഷം നുരഞ്ഞു പൊന്തിയ കിഴവൻ ആ മുറി മുഴുവനും അക്ഷമയോടെ നടന്നു തീർത്തു. അയാൾ തെറി പറയുകയും കൈകൾ കൊണ്ട് മേശപ്പുറത്തിടിക്കുകയും ചെയ്തു. അയാൾ എല്ലാവരെയും ശാപവാക്കുകൾ കൊണ്ട് പൊതിഞ്ഞു. ഏറെ നേരത്തെ പരാക്രമത്തിന് ശേഷം ജൂതൻ ഒരു കസേരയിൽ വന്നിരുന്ന് കിതയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് തന്നെയാണ് ഒലിവർ ട്വിസ്റ്റ് പെൻറ്റോൺ വില്ലയിലെ വീട്ടിൽ നിന്നും നിരവധി കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് പുസ്തകശാല ലക്ഷ്യം വെച്ച് നടക്കാൻ തുടങ്ങിയത്. ക്ലർക്കൻ വില്ലയിൽ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവൻ തൊട്ടടുത്ത് കണ്ട ഇടവഴിയിലേക്ക് കയറി. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ആ വഴി ആയിരുന്നില്ല പോകേണ്ടിയിരുന്നത്. പുതിയ വഴിയിലൂടെ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് തനിക്ക് വഴിതെറ്റിയ കാര്യം അവൻ മനസ്സിലാക്കിയത്. എങ്കിലും ഈ വഴിയെ പോയാലും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന പ്രതീക്ഷയിൽ അവൻ തൻ്റെ കയ്യിലിരുന്ന പുസ്തകക്കെട്ട് മുറുകെ പിടിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ മുന്നോട്ട് തന്നെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോഴും അവൻ അവൻ്റെ പഴയ കാലത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. അവനിപ്പോൾ കൈവന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ മനോമുകുരത്തിലേക്ക് ഓടിയെത്തിയത് അവൻ്റെ പ്രിയപ്പെട്ട കൊച്ചുടിക്കിൻ്റെ മുഖമായിരുന്നു. അവനിപ്പോഴും ആ വീട്ടിൽ ദുരിതങ്ങൾ അനുഭവിച്ച് കഴിയുകയാണല്ലോ എന്നോർത്തപ്പോൾ ഒലിവറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ ഓരോന്നും ഓർത്തുകൊണ്ട് നടക്കുമ്പോഴാണ് അവൻ ആ ശബ്ദം കേട്ടത്. എൻ്റെ പൊന്നു സഹോദര, നീ എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അലറിക്കരയുന്നതാണ് അവൻ കണ്ടത്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവരുടെ കരുത്തുറ്റ കരങ്ങൾ അവൻ്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. ഹേയ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഒലിവർ നിലവിളിക്കാൻ തുടങ്ങി. നിങ്ങൾ അന്വേഷിക്കുന്നത് ഒരിക്കലും എന്നെയല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല, എന്നെ വിടൂ എന്ന് അവൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ അവനെ അനങ്ങാൻ പോലും കഴിയാത്ത വിധം വരിഞ്ഞു മുറുക്കി കഴിഞ്ഞിരുന്നു. അവർ പരിഹാസത്തോടെ എന്തെല്ലാമോ വിറുവിറുത്തു. ഒരു താക്കോൽക്കൂട്ടം അവരുടെ അരയിൽ കിടന്ന് കിലുങ്ങുന്നുണ്ടായിരുന്നു. അവർ വിളിച്ചു പറഞ്ഞു, എൻ്റെ പൊന്നനിയ ഒലിവറെ, നിന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ പൊന്നു കുഞ്ഞെ, നീ എത്രമാത്രമാണ് എന്നെ വേദനിപ്പിച്ചതെന്നറിയാമോ? വരൂ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. തുടർന്ന് ആ സ്ത്രീ അലമുറയിട്ട് കരയാൻ തുടങ്ങി. അവൾ ഭ്രാന്ത് പിടിച്ചവരെ പോലെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ അലമുറ കേട്ട് പരിസരത്തെ വീടുകളിൽ നിന്നും നിരവധി സ്ത്രീകൾ ഇറങ്ങി വന്ന് എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചു. ആ സ്ത്രീയിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ അവരിലൊരു സ്ത്രീ അവനെ കണക്കറ്റ് ശകാരിച്ചു. തൻ്റെ സഹോദരിയോടൊപ്പം പോകാൻ അവർ അവനെ നിർബന്ധിച്ചു. അത് കേട്ടപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാം, ഈ സ്ത്രീ എൻ്റെ ആരുമല്ല. ഇവർ പറയുന്നതെല്ലാം നുണയാണ്. എനിക്ക് സഹോദരിയില്ല, അച്ഛനും അമ്മയുമില്ല, ഞാൻ അനാഥനാണ്. പെൻറ്റോൺ വില്ലയിലെ ഒരു മാന്യനായ മനുഷ്യൻ്റെ സംരക്ഷണയിലാണ് ഞാൻ ജീവിക്കുന്നത്. മാം, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ, ഈ തെമ്മാടിച്ചക്കൻ, നാട്ടിൽ പേരും പെരുമയുമുള്ള മാതാപിതാക്കളുടെ മകനാണ്. 1 മാസം മുമ്പാണ് ഇവൻ വീട് വിട്ടിറങ്ങിപ്പോയത്. അതിനുശേഷം അവർ എത്രമാത്രം ഇവനെ ഓർത്ത് വേദനിക്കുന്നുണ്ടെന്നോ. ഇവനാകട്ടെ നഗരത്തിലെ തെമ്മാടിക്കൂട്ടത്തോടൊപ്പം ചേർന്ന് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. ഇവൻ പോയതിനു ശേഷം അവൻ്റെ അമ്മയുടെ കണ്ണുനീർ ഉണങ്ങിയിട്ടില്ല. എടാ തെമ്മാടിച്ചക്ക, വേഗം നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പൊക്കോ. മറ്റൊരു സ്ത്രീ അവന് നേരെ ചീറിയെടുത്തു. ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഇവരോടൊപ്പം പോകില്ല
എനിക്കിവരെ അറിയില്ല. ഇവർ എൻ്റെ സഹോദരിയുമല്ല. എനിക്ക് അച്ഛനും അമ്മയുമില്ല. ഞാൻ അനാഥനാണ്. ഞാൻ പെൻഡൂൺ വില്ലയിലെ ഒരു നല്ല മനുഷ്യൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഒലിവർ കരയുകയും പറയുകയും ചെയ്തത് ഒന്നിച്ചാണ്. അയ്യോ എൻ്റെ പൊന്നുമോനെ, നിനക്കെൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു? അവൾ വീണ്ടും മലമുറയിടാൻ തുടങ്ങി. അവളുടെ ശബ്ദം ഒലിവർ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ മന്ത്രിച്ചു, നീ നാൻസി? ഇത് കേട്ടതും അവൾ ചുറ്റും കൂടി നിന്നവരോട്, ദാ കണ്ടില്ലേ അവൻ എൻ്റെ പേര് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരഞ്ഞു. അവൾ പിന്നെയും കാഴ്ചക്കാരോടെന്നവണ്ണം വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ ഈ കൊച്ചു കുഞ്ഞിന് തനിച്ച് ജീവിക്കാനാവില്ലെന്ന്. അവൻ്റെ അച്ഛനും അമ്മയും ആകെ തകർന്ന അവസ്ഥയിലാണ്. ഓഹ്, എൻ്റെ ഹൃദയം തകർന്നു പോകുന്നു. ഈ സമയത്താണ് അടുത്തുണ്ടായിരുന്ന ബിയർ പാർലറിൽ നിന്നും ഒരു പരുക്കൻ മനുഷ്യൻ വെളുത്ത നിറത്തിലുള്ള തൻ്റെ പട്ടിയുമായി അങ്ങോട്ട് നടന്നു വന്നത്. വന്നപാടെ അയാൾ ഒലിവറുടെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി വിളിച്ചു പറഞ്ഞു, ഹാ നീയോ? എടാ ഒലിവർ, നീ വേഗം നിൻ്റെ സഹോദരിയോടൊപ്പം വീട്ടിലേക്ക് പോകാൻ നോക്ക്. എടാ കൊച്ചു പട്ടി, വേഗം നിൻ്റെ അമ്മയുടെ അടുക്കലേക്ക് പോകാൻ നോക്ക്. അയാൾ തൻ്റെ ബലിഷ്ഠമായ കരങ്ങളാൽ അവനെ വരിഞ്ഞു മുറുക്കി. ഇവരെൻ്റെ ആരുമല്ല, എനിക്കിവരോടൊപ്പം പോകേണ്ട, എന്നെ രക്ഷിക്കൂ എന്ന് അലറി വിളിച്ചുകൊണ്ട് അയാളുടെ കരവലയത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒലിവർ പരമാവധി പരിശ്രമിച്ചു. എന്നാൽ അവൻ്റെ രക്ഷയ്ക്കായി ആരും എത്തിയില്ല. ആ കരുത്തനായ മനുഷ്യൻ അവൻ്റെ കയ്യിലിരുന്ന പുസ്തകക്കെട്ട് തട്ടിപ്പറിച്ച് അതിൻ്റെ പൊതി നീക്കം ചെയ്യുകയും ഇത് നീ എവിടെ നിന്നാണ് മോഷ്ടിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ആ പുസ്തകത്തിൻ്റെ തടിച്ച പുറം ചട്ട കൊണ്ട് ഒലിവറിൻ്റെ തലയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. അടിയും ഇടിയുമേറ്റ് ഒലിവർ തളർന്നു തുടങ്ങി. കാഴ്ചക്കാരായി നിന്നവർ സൈക്സിനെ പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അതേതായാലും നന്നായി. അവൻ്റെ തലമണ്ട നന്നായി പ്രവർത്തിക്കാൻ ഒരടി ആവശ്യമായിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ ജനാലയിലൂടെ തല പുറത്തേക്കിട്ട് ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു. കൂട്ടം കൂടി നിന്നവരെല്ലാം അവനെ ശകാരിച്ചു, തെറി പറഞ്ഞു. ചിലർ അവൻ്റെ ദേഹത്ത് കൈവയ്ക്കാനും മറന്നില്ല. മുൻപ് അവനെ ബാധിച്ച രോഗത്തിൽ നിന്നും അവൻ ഇപ്പോഴും പൂർണ്ണമായും തിരിച്ചെത്തിയിട്ടില്ലായിരുന്നുവല്ലോ. ഇപ്പോഴത്തെ മർദ്ദനം കൂടി ആയപ്പോഴേക്കും അവന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ തളർന്ന് താഴേക്ക് വീണുപോയിരുന്നു. ഇരുട്ട് ചുറ്റിനും വ്യാപിച്ചു തുടങ്ങി. സൈക്സും നാൻസിയും ചേർന്ന് അവനെ തറയിലൂടെ വലിച്ചിഴയ്ക്കാൻ തുടങ്ങി. സൈക്സിൻ്റെ ക്രൂരനായ പട്ടിയുടെ മുഖം ഒലിവറെ ഭയപ്പെടുത്തി. വലിയ തോതിൽ ആൾപ്പാർപ്പില്ലാത്ത ഒരു സ്ഥലമായിരുന്നു അവിടം. അവർ ഒലിവറെ ഇരുട്ടിലൂടെ വലിച്ചിഴച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും ഒലിവർ ട്വിസ്റ്റ് ഏതാണ്ട് അബോധാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ആരും അവനു വേണ്ടി ഒരു വാക്കുപോലും ഉയർത്തിയില്ല. കാഴ്ചക്കാരെല്ലാം അവരവരുടെ വഴിക്ക് പോയി. തെരുവിലെ ഗ്യാസ് വിളക്കുകൾ നിറഞ്ഞു കത്താൻ തുടങ്ങി. ഇരുട്ടിൻ്റെ കാഠിന്യം കൂടി വന്നു. മിസ്സിസ് ബെഡ്വിൻ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൻ്റെ വരവും നോക്കി ഗേറ്റിൽ തന്നെ നിന്നു. മുറിക്കകത്താകട്ടെ ഒരു മേശയുടെ ഇരുവശത്തുമായി വട്ടമുഖമുള്ള വലിയ വാച്ചിലെ സൂചികൾ ചലിക്കുന്നതും നോക്കി ഒലിവർ തിരിച്ചെത്തുമെന്നും ഇല്ലെന്നും വാതുവെച്ചുകൊണ്ട് വൃദ്ധരായ ആ രണ്ട് സുഹൃത്തുക്കൾ അക്ഷമരായി കാത്തിരുന്നു. മിസ്റ്റർ ബ്രൗൺലോ ആകട്ടെ ആകെ തകർന്നു പോയ അവസ്ഥയിലായിരുന്നു.